പത്തനംതിട്ട പൈരാമണ്ണിൽ തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. അവിടെ ഒരു അതിഥി തൊഴിലാളി ഇപ്പോഴും കണ്ടെത്താനുണ്ട്. അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെ തെരച്ചിൽ വലിയ മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് അവിടെ തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നു. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, എപ്പോഴാണ് വലിയ മണ്ണുമാന്തി യന്ത്രം അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്? തെരച്ചിൽ രാത്രി തുടരുവാൻ തന്നെയാണോ തീരുമാനം? വലിയ ഹിറ്റാച്ചി എത്തിച്ചുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് രക്ഷാപ്രവർത്തനം നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒരാളെ കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് വലിയ തോതിൽ അവിടെ വിലങ്ങുതടി ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെ രക്ഷാപ്രവർത്തനത്തിന്. ഇപ്പോൾ വലിയ ഹിറ്റാച്ചി എത്തിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ശ്രീരാജ്, രാത്രി ഏത് തരത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്? വെളിച്ചമൊക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഏത് തരത്തിലാണ് വെളിച്ചമൊക്കെ അവിടെ സപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഇപ്പോൾ? തീർച്ചയായും ലക്ഷ്മി, ഇരുട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ തെരച്ചിൽ ആരംഭിക്കാൻ കഴിഞ്ഞത് എന്നൊരു പ്രതിസന്ധി നിലവിലുണ്ട്. എന്നാൽ തന്നെയും വളരെ നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ പ്രകാശം അവിടെ എത്തിക്കാൻ, വലിയ ലൈറ്റുകൾ അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഈ വലിയ ഹിറ്റാച്ചി അവിടെ എത്തിക്കുകയും തുടർന്ന് അപകടം നടന്ന അല്ലെങ്കിൽ അപകടം സംഭവിച്ച ഹിറ്റാച്ചി കിടക്കുന്ന അവിടെ നിന്നും തൊട്ട് മുകളിലത്തെ പടിയിലായി നിലയുറപ്പിക്കുകയും തുടർന്ന് അവിടെ നിന്നും ഈ പാറയും വലിയ പാറക്കല്ലുകളും പാറച്ചീളുകളും അടക്കം അവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും വലിയ പ്രതിസന്ധി ഭാരമേറിയ വലിയ പാറകൾ അവിടെ ഉണ്ട് എന്നത് തന്നെയാണ്. ഹിറ്റാച്ചിക്ക് മുകളിലായി വലിയ പാറകളും അതുപോലെ തന്നെ ആ സമീപ പ്രദേശങ്ങളിലാകെ തന്നെ വലിയ പാറകളും പാറച്ചീളുകളും അടക്കം അവിടെ ഉണ്ട്. അവയെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ നീക്കം ചെയ്യാനാണ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ആ ശ്രമം വിജയിച്ചു കഴിഞ്ഞാൽ, പാറ പൂർണ്ണമായും അവിടെ നിന്നും മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ NDRF സംഘം അതുപോലെ തന്നെ RTF സംഘങ്ങൾ അടങ്ങിയ ദൗത്യ സംഘത്തിന് അവിടേക്ക് ഇറങ്ങാനുള്ള സാധ്യത തെളിയും. അവിടേക്ക് ഇറങ്ങി കൂടുതൽ വിശദമായ തെരച്ചിൽ നടത്താനുള്ള നീക്കമാണ് ദൗത്യ സംഘത്തിനുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ കടമ്പ ഈ പാറകൾ പൂർണ്ണമായും അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാന വെല്ലുവിളി ഭാരമേറിയ വലിയ പാറകൾ തന്നെയാണ്. ആ പാറകൾ പൂർണ്ണമായും അവിടെ നിന്ന് നീക്കുകയും തുടർന്ന് മണ്ണും ചെറിയ പാറച്ചീളുകളും അടക്കം അവിടെ നിന്ന് നീക്കം ചെയ്താൽ മാത്രമാകും ഇത്തരത്തിൽ പൂർണ്ണമായും മനുഷ്യന് അവിടേക്ക് ഇറങ്ങിച്ചെന്ന് തിരച്ചിൽ നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. എന്തായാലും വളരെ വൈകിയും ഇത്തരത്തിലുള്ള തിരച്ചിൽ അല്ലെങ്കിൽ ഈ വലിയ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തുടരാൻ തന്നെയാണ് നിലവിൽ ദൗത്യ സംഘത്തിൻ്റെ തീരുമാനം. ആലപ്പുഴയിൽ നിന്നും എത്തിച്ച ഹിറ്റാച്ചിയാണ് നിലവിൽ ഇവിടെ അല്പസമയം മുൻപ് എത്തിച്ചത്. തുടർന്ന് ഇത് കോറിയുടെ മുകളിലേക്ക് എത്തിക്കുകയും നമ്മൾ രാവിലെ ദൃശ്യങ്ങളിൽ കാണിച്ച പോലെ ചെറിയ ഹിറ്റാച്ചി ഇട്ട അതേ സ്ഥലത്ത് തന്നെ ഈ ഹിറ്റാച്ചിയും കൊണ്ടുവരികയും തുടർന്ന് അവിടെ നിന്നും മുകളിൽ നിന്നും താഴേക്ക് ഈ പാറ നീക്കം ചെയ്യാനുള്ള നടപടികളാണ് നിലവിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹിറ്റാച്ചിക്ക് മുകളിലുള്ള അപകടം സംഭവിച്ച ഹിറ്റാച്ചിക്ക് മുകളിലുള്ള പാറകൾ പൂർണ്ണമായും നീക്കം ചെയ്യുക എന്നതാണ്. ഈ പാറ വീണ് ആ ഹിറ്റാച്ചി പൂർണ്ണമായും തകർന്ന സാഹചര്യമുണ്ട്. അതിനുള്ളിലാണ് ഈ രണ്ടാമത്തെ ബീഹാർ സ്വദേശിയായിട്ടുള്ള അജയരാജ് ഉള്ളത് എന്ന നിഗമനത്തിലാണ് ഈ ദൗത്യസംഘം ഉള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആ വാഹനത്തിന്റെ മുകളിൽ നിന്നും ഈ വലിയ പാറക്കഷ്ണങ്ങളും പാറച്ചീളുകളും അടക്കം നീക്കം ചെയ്യാൻ ആ പാറകളും തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ പോലും ഈ മനുഷ്യസാധ്യമായ തരത്തിൽ ആ പാറക്കല്ലുകൾ നീക്കാൻ കഴിഞ്ഞിരുന്നില്ല. താരതമ്യേന വലിയ പാറക്കല്ലുകളായിരുന്നു, പാറക്കഷ്ണങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പാറ നീക്കാനുള്ള ശ്രമം വിഫലമാവുകയായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള കഴിയാതെ വന്നതോടുകൂടിയാണ്, പൂർണ്ണമാകാതെ വന്നതോടുകൂടിയാണ് കൊണ്ടുവരാൻ.
പത്തനംതിട്ട പയ്യനാമണ്ണിൽ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. വലിയ ഹിറ്റാച്ചി എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നു. ബീഹാർ സ്വദേശിയായിട്ടുള്ള അജയ് റായിയാണ് ഇനി കണ്ടെത്താനുള്ളത്. അജയിന് വേണ്ടിയുള്ള തെരച്ചിൽ, 38-കാരനായ അജയിന് വേണ്ടിയുള്ള തെരച്ചിലാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒഡീഷ സ്വദേശിയായ മഹാദേവ് അവിടെ മരണപ്പെട്ടിരുന്നു. ആ അപകടത്തിൽ ഇപ്പോൾ ബീഹാർ സ്വദേശിയായ അജയ് റായ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് അവിടെ നടക്കുന്നത്. രക്ഷാപ്രവർത്തനം വൈകുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമായ ഒരു സാഹചര്യമേ ആയിരുന്നില്ല. ഇന്നലെ കൂടുതൽ പാറ ഇടിഞ്ഞ് വീഴുന്നതും രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുന്നതുമൊക്കെ നമ്മൾ കണ്ടു. തുടർന്ന് ഇന്ന് വലിയ ഹിറ്റാച്ചി എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിൽ പോലും അത് വളരെ വൈകുന്ന കാഴ്ചയാണ് കണ്ടത്. വൈകുന്നേരത്തോടു കൂടിയാണ് അവിടെ വലിയ ഹിറ്റാച്ചി എത്തിക്കാൻ സാധിച്ചത്. ഏതായാലും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു, പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇന്നലെയാണ് അവിടെ പാറക്കോറി അപകടം ഉണ്ടായത്. അതിൽ 2 അതിഥി തൊഴിലാളികളാണ് പെട്ടുപോയത്. ഒരാളുടെ മരണം സംഭവിച്ചു. മറ്റൊരാൾക്ക് വേണ്ടി തെരച്ചിൽ നടക്കുകയാണ്. അനധികൃതമായ പാറക്കോറിയാണ്, നിയമവിധേയമല്ല അവിടുത്തെ ഖനനം എന്നൊക്കെ ആരോപിച്ച നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് മലയാളം കഴിഞ്ഞ വർഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയതുമാണ്. അവിടെ കാര്യങ്ങൾ ശരിയായ രീതിയിലല്ല, നിയമപരമായല്ല നടക്കുന്നത്. ആളുകൾക്ക് വലിയ തോതിൽ അവിടുത്തെ പ്രദേശവാസികൾക്ക് ജനജീവിതത്തിന് ആ ക്വാറി പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ന്യൂസ് മലയാളം റിപ്പോർട്ട് നൽകിയിരുന്നു. ഏതായാലും വലിയ അപകടം തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ശ്രീരാജ് തുടരുന്നുണ്ട്. ശ്രീരാജ്, ഏത് നിലയ്ക്കാണ് ഈ വലിയ ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നത്? കാര്യങ്ങൾ സുഗമമായി തന്നെ പോകുന്നുണ്ടോ? വിവരങ്ങൾ എന്താണ് അവിടെ നിന്നുമുള്ള? ലക്ഷ്മി, നിലവിൽ കാര്യങ്ങൾ സുഗമമായി പോകുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ വലിയ ഹിറ്റാച്ചി കൊണ്ടുവന്നതോടുകൂടി തന്നെ ഈ പാറ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ വലിയ ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും തന്നെ അത് വ്യക്തമാണ്. വളരെ വേഗം തന്നെ ഈ പാറകൾ, വലിയ പാറകൾ ഉൾപ്പെടെയുള്ള പാറച്ചീളുകളടക്കം അവിടെ നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ തകർന്ന ഹിറ്റാച്ചിക്ക് മുകളിൽ വീണിട്ടുള്ള പാറകളാണ് നീക്കം ചെയ്യുന്നത്. അവ പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമാകും അതിനുള്ളിലേക്ക് ഈ രക്ഷാപ്രവർത്തകർക്ക്, ദൗത്യ സംഘത്തിനടക്കം കടക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ, എത്രയും വേഗം ആ പാറച്ചീളുകൾ, പാറക്കഷ്ണങ്ങൾ അവിടെ നിന്നും നീക്കം ചെയ്യാമോ അത്രയും വേഗം തന്നെ ഇത്തരത്തിൽ പാറച്ചീളുകളും പാറക്കഷ്ണങ്ങളും അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹിറ്റാച്ചി, വലിയ ഹിറ്റാച്ചി എത്തിച്ചത് ഈ ദൗത്യത്തിന് വളരെ വേഗം നൽകിയിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ ആദ്യഘട്ടത്തിൽ ഈ ദൗത്യ സംഘാംഗങ്ങൾ അവിടെ ഇറങ്ങി പാറ നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലും ആ ഭാഗത്തെത്തിയപ്പോൾ അത് താരതമ്യേന വലിയ പാറയാണെന്നും അല്ലെങ്കിൽ മനുഷ്യ സഹജമായ തരത്തിൽ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള പാറക്കഷ്ണങ്ങളല്ല എന്നും ബോധ്യപ്പെട്ടതോടുകൂടി ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് ആ ഹിറ്റാച്ചിയിൽ, തകർന്ന ഹിറ്റാച്ചിയിൽ പിന്നീട് വടം കെട്ടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയ ശേഷം അവർ തിരികെ കയറുകയും തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വലിയ ഹിറ്റാച്ചി കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിരുന്നത്. തുടർന്ന് ഏകദേശം 6.5 മണിക്കൂറോളം തെരച്ചിൽ നിർത്തിവെക്കുകയും ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടി തന്നെ ഈ ഹിറ്റാച്ചി, വലിയ ഹിറ്റാച്ചി ആലപ്പുഴയിൽ നിന്നും ഇവിടെ എത്തിക്കുകയും ചെയ്തു. ആലപ്പുഴയിൽ നിന്നും ഈ ഹിറ്റാച്ചി എത്തിച്ചതിന് ശേഷം തന്നെ വളരെ വേഗം തന്നെ ഈ തെരച്ചിൽ നടപടികൾ പുനരാരംഭിച്ചു എന്ന് വേണം പറയാൻ. വളരെ വേഗം പുനരാരംഭിക്കുകയും ഈ പാറകൾ വളരെ വേഗം അവിടെ നിന്നും നീക്കം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ആ ഹിറ്റാച്ചിയുടെ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്ന തരത്തിലാണ്. ഇന്നലെയും ഇന്ന് അല്പസമയം മുൻപ് വരെയും ഹിറ്റാച്ചിയുടെ പൂർണ്ണമായും 90% ഭാഗവും പൂർണ്ണമായും ഇത്തരത്തിൽ പാറയാൽ മൂടപ്പെട്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അതിൽ നിന്നും വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഹിറ്റാച്ചിയുടെ, തകർന്ന ഹിറ്റാച്ചിയുടെ കൂടുതൽ ഭാഗങ്ങൾ പുറത്ത് കാണാൻ കഴിയുന്ന തരത്തിലാണ് നിലവിൽ ഉള്ളത്. വളരെ വേഗം തന്നെ ആ പാറകൾ അവിടെ നിന്നും നീക്കം ചെയ്യുന്നുമുണ്ട്. പൂർണ്ണമായും ഈ പാറക്കഷ്ണം, പാറച്ചീളുകൾ, വലിയ പാറകളെല്ലാം തന്നെ അവിടെ നിന്നും നീക്കം ചെയ്താൽ മാത്രമാകും ഈ ദൗത്യ സംഘത്തിന് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ സാധിക്കുക. പൂർണ്ണമായും ഈ നീക്കുന്നതോടുകൂടി തന്നെ ദൗത്യ സംഘത്തിന് രാവിലെ തന്നെ സ്ഥാപിച്ചിരുന്ന വടത്തിലൂടെ തന്നെ, അയൺ റോപ്പിലൂടെ തന്നെ ഈ താഴേക്ക്, അപകടം നടന്ന ഭാഗത്തേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ എത്തി പിന്നീട് ഈ ദൗത്യ സംഘാംഗങ്ങൾ അവിടെ തെരച്ചിൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ബീഹാർ
സ്വദേശിയായ അജയരാജിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ പാറക്കഷ്ണങ്ങൾ പൂർണ്ണമായും അവിടെ നിന്നും നീക്കം ചെയ്യുക എന്നതാണ്. ആ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം അടുക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹിറ്റാച്ചിയുടെ കൂടുതൽ ഭാഗങ്ങൾ ഇപ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ആ പാറകൾ ആദ്യഘട്ടത്തിൽ ഈ ഹിറ്റാച്ചിക്ക് മുകളിലൂടെ കിടക്കുന്ന പാറക്കഷ്ണങ്ങളും വലിയ പാറച്ചീളുകളും അവിടെ നിന്നും നീക്കം ചെയ്യുന്ന നടപടികളിലേക്കാണ് കടന്നിട്ടുണ്ടായിരുന്നത്. അതാണ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും അതവിടെ നിന്ന് നീക്കിയാൽ മാത്രമായിരിക്കും ഈ ദൗത്യ സംഘത്തിന് അതിനെ അടുത്തേക്ക് എത്താൻ സാധിക്കുകയും അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഈ അജയരാജിനെ കണ്ടെത്താവുന്ന തരത്തിൽ ഉള്ള ഒരു തെരച്ചിൽ നടത്തുകയും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ പാറകൾ അവിടെ നിന്ന് നീക്കാമോ അത്രയും വേഗം അവിടെ നിന്ന് നീക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളി നമ്മൾ ഇന്നലെ തൊട്ട് പറയുന്ന കാര്യമാണ്, ഇന്നലെ മുതൽ നമ്മൾ ആവർത്തിക്കുന്ന കാര്യമാണ്, ഈ ദൗത്യ സംഘാംഗങ്ങൾ ആവർത്തിക്കുന്ന കാര്യമാണ് പാറ ഇടിയുന്നു എന്നുള്ളത്. ഈ പാറ ഇടിയുന്നത് തന്നെയായിരുന്നു ഈ ദൗത്യം ഇത്രത്തോളം ദുഷ്കരമാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകിട്ടും ഇത്തരത്തിൽ പാറ ചെറിയ രീതിയിൽ അവിടെ നിന്ന് പാറയും മണ്ണും അടക്കം അവിടെ നിന്നും പൊടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഴ പെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് സന്ധ്യയോടുകൂടി ഈ പ്രദേശത്ത് ചെറിയ രീതിയിലുള്ള മഴയും പെയ്തിരുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പാറ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മണ്ണിടിയുകയും അത് വീണ്ടും പാറ പൊട്ടുന്നതിന് ഉള്ള കാരണമാവുകയും ചെയ്യും. ദൗത്യസംഘം ഈ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവിടെ തെരച്ചിൽ നടത്തുന്നത്. എത്രയും വേഗം തെരച്ചിൽ പൂർത്തീകരിക്കും. വിള്ളൽ ഇത്തരത്തിലുള്ള വലിയ സ്ഫോടനങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് പെയ്ത മഴ, അതുപോലെ തന്നെ നിലവിൽ ആ ഭാഗത്ത് ഇളകിയ പാറയുടെ ബാക്കി വിള്ളലുകൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് പെയ്ത മഴ, അതുപോലെ തന്നെ നിലവിൽ ആ ഭാഗത്ത് ഇളകിയ പാറയുടെ ബാക്കി ഭാഗങ്ങൾ അവിടെ ഇപ്പോഴും അപകടാവസ്ഥയിൽ തന്നെ വിള്ളലോടുകൂടി തന്നെ നിൽക്കുന്നു എന്നുള്ളത് ഇതെല്ലാം തന്നെ കൂടുതൽ പാറ പൊട്ടുന്നതിനുള്ള കാരണമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇവയെല്ലാം തന്നെ ദൗത്യസംഘം പ്രത്യേകം വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയും വളരെ സുരക്ഷാ മുൻകരുതലുകളും എല്ലാം പാലിച്ചുകൊണ്ട് മാത്രമാണ് നിലവിൽ ഇവിടെ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെരച്ചിൽ നടക്കുന്നത്. എന്തായാലും പത്തനംതിട്ട രക്ഷാപ്രവർത്തനം അപകടമുണ്ടായ ക്വാറിയിൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുകയാണ്. പയ്യനാമണ്ണിൽ തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നു. വലിയ ഹിറ്റാച്ചി എത്തിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. ബീഹാർ സ്വദേശിയായ അജയ് റായ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ തെരച്ചിൽ നടക്കുന്നത്. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. വലിയ ഹിറ്റാച്ചി എത്തിച്ചുള്ള തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നു. ശ്രീരാജ് ബാബുവാണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.